ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. രണ്ട് സിനിമകളുടെ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒന്ന്, തലപതി 69 T69 സിനിമയുടെ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഭഗവത് കേസരി എന്ന് പറയുന്ന നമ്മുടെ ബാലയ്യ നായകനായ സിനിമയുടെ റീമേക്ക് ആണോ സിനിമ എന്നുള്ളത്. അതല്ലാതെ അതിന്റെ സ്കെഡ്യൂളും മറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളതാണ് ബറോസ്. ബറോസയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് പോസ്റ്ററുകളുണ്ട്. ഒന്ന് ഈ പോസ്റ്ററാണ്. ഈ പോസ്റ്റർ കുറച്ച് ദിവസം മുമ്പ്, ഒരു 3 ദിവസം മുമ്പ് വന്നിട്ടുള്ളതാണ്. ആ പോസ്റ്ററിൽ നമ്മുടെ മൊട്ട അടിച്ചിട്ടുള്ള ലാലേട്ടന്റെ മൊട്ടയിൽ കൈവച്ച് നിൽക്കുന്ന ആ ഒരു കുട്ടിഭൂതം, അങ്ങനെ വിളിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ആ തലയിൽ ആനയൊക്കെ അടിച്ചു കയറ്റിയിട്ടുള്ള ഭൂതം. ഇവിടെ ഈ ഫോട്ടോ കാണുന്ന സമയത്ത് നമുക്ക് അത് ചാക്കൂട് ഉണ്ടാക്കിയ പോലെയൊക്കെ തോന്നുന്നുണ്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ. മറ്റേത് പക്ഷേ നമ്മൾ ട്രെയിലർ കണ്ട സമയത്ത് ഒരു ചെളി കൊണ്ട് ഉണ്ടാക്കിയുള്ള ഒരാൾ എന്ന രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ലാലേട്ടൻ ഇങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളം തന്നെയാണ് വിചാരിക്കുന്നത്, കുടിക്കുന്ന സമയത്ത് അതിങ്ങനെ പോയിട്ട് പുറത്തു പോയിട്ട് ഈ ഇതിന്റെ താഴെയുള്ള ക്ലേ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള മോഡൽ പോലെയുള്ള രൂപത്തിലേക്ക് ചാടുന്നത് കാണിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അപ്പോഴായിരിക്കും അതിന് ജീവൻ വരുന്നത്, മേ ബി വാട്ട് എവർ. അപ്പോ ആ ഒരു പോസ്റ്ററാണ് ആദ്യം തന്നിരുന്നത്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള പോസ്റ്ററാണ് ഈ പോസ്റ്ററിൽ ഒന്ന് പറയാനുള്ളത്, എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയിട്ടുള്ള ലാലേട്ടന്റെ ലുക്ക് തന്നെയാണ്. മേക്ക് ഓവർ ആണ്, അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഈ മൊട്ട അടിച്ചിട്ടുള്ള ലുക്ക്. ഇതല്ലാണ്ട് മുടി ഇങ്ങനെ നീട്ടി വളർത്തിയ ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ ഉപരി ഒരു ഭൂതം എന്നുള്ള രീതിയിൽ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ജീനിയൊക്കെ മുമ്പിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ജിന്നൊക്കെ മുമ്പിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അത്തരത്തിലുള്ളൊരു രസകരമായിട്ടൊരു ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ തലയിൽ ഇവിടെയൊക്കെ അങ്ങനെ വി എന്ന് മാത്രം കാണുന്നുണ്ട്. ആ വി എല്ലാവർക്കും എന്തോ ഡിസൈൻ ചെയ്തപ്പോൾ വി പോലെ തോന്നുമായിരിക്കും. തലയിൽ ആ ടാറ്റു ഒക്കെ അടിച്ചിട്ടുള്ള ഒരു പരിപാടി ഇതുവരെ ലാലേട്ടനെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ക്രീൻ പ്രസൻസിൽ, ഒരു പ്രത്യേക ലുക്കിൽ ഒരു പക്ഷെ നമുക്ക് തിയേറ്ററിൽ ലാലേട്ടനെ കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൽ ലിഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലെ മെയിൻ കഥാപാത്രം, അതായത് ഇവർ തന്നെ ആയിരിക്കും നമ്മുടെ ഗാമയുടെ അസ്കോഡ ഗാമ, അതെ, ഗാമയുടെ നിധിക്ക് അർഹയായിട്ടുള്ള ആ ഒരു അവകാശി എന്നുള്ളത് മിക്കവാറും ഈ കുട്ടീനെ ആയിരിക്കും. കാരണം ത്രൂ ഔട്ട് ട്രെയിലറുകൾ കാണിച്ചിട്ടുള്ള കുട്ടി ഇത് തന്നെയാണ്. അതിന്റെ ചെറുപ്പവും പിന്നീട് ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്നതായിട്ടും പിന്നെ ഇവിടെ ലാലേട്ടൻ്റെ അടുത്ത് എത്തിയതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചാവി കാണിക്കുന്നുണ്ട്, മേ ബി ഒരു കൂട്ടം ചാവി. അപ്പൊ ആ ചാവി ആയിരിക്കും ഒരു പക്ഷേ ഈ ഭൂതത്തിന്റെ കോട്ടയിലേക്കുള്ള എൻട്രി കീ. പിന്നെ ഇവിടെ ഒരു മന്ത്രവാദി ബാദിനി ലുക്കിൽ ഒരാളെ കാണുന്നുണ്ട്. നമ്മുടെ തങ്കലാനിലോ അല്ലെങ്കിൽ കങ്കുവിലോ കണ്ടിട്ടുള്ള വേഷവിധാനത്തിലുള്ള ഒരു സ്ത്രീനെ കാണുന്നുണ്ട്. അതല്ലാതെ ഒരു രാജാവിനെ പോലെ തോന്നുന്ന കസേരയിൽ കാല് കയറ്റിയിരിക്കുന്ന ഒരാൾ. അതിനോട് തൊട്ടടുത്ത് കഴുത്തൊരു വെള്ളമാലയൊക്കെ ഇട്ടൊരു മന്ത്രവാദിനി ലുക്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. കുറച്ച് മന്ത്രവും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ, ഒരു ആസ്ട്രോളജർ എന്നൊക്കെ രീതിയിൽ നമുക്ക് പറയാവുന്ന ഒരാൾ കാണുന്നുണ്ട്. അതല്ലാതെ മുകളിൽ ഒരാളെ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ താഴെ റൈറ്റ് സൈഡിൽ 2 ഭടന്മാരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ബാറോസ് എന്ന് പറയുന്നത് ഒരു 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 പക്ക ഹോളിവുഡ് ഫാന്റസി സിനിമ കാണുന്ന രീതിയിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ സിനിമയ്ക്ക് ഈ ആളുകൾ പറയുന്ന പോലെ തന്നെ ഒരു 50% ആളുകൾ വൻ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഇതിനെ വളരെയധികം പ്രതീക്ഷ കുറച്ച് കാണുന്ന ഒരു 50% ആളുകളും ഉണ്ട്. അതായത് എന്താണ് സിനിമ എന്നുള്ളത് തിയേറ്ററിൽ കണ്ട് തന്നെ നമ്മൾ അറിയണം. ഈവൻ ഇതിന്റെ ട്രെയിലർ വന്നിട്ടുള്ളതാണെങ്കിൽ പോലും ട്രെയിലറിന് 2 അഭിപ്രായങ്ങളാണുള്ളത്. ഒരു കൂട്ടം ആളുകൾ 5 പൈസക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കുറെ ആളുകൾ വൻ പ്രതീക്ഷയോടെയാണ് ട്രെയിലറിനെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി കുട്ടികൾക്കുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാനത് ട്രെയിലർ കണ്ട് റിയാക്ട് ചെയ്ത സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടികൾക്കുള്ള സിനിമ എന്നത് അപ്പുറം വലിയ എന്തോ കാണാൻ പോകുന്നുള്ള പ്രതീക്ഷയിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിരാശയാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ 3D വെർച്വൽ 3D ഇഫക്റ്റ് എത്രമാത്രം നമുക്ക് കിട്ടും, അതിലൊക്കെ കുറച്ച് രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. എന്നാലും സ്ക്രിപ്റ്റ് വൈസ് ഇതൊരു കുട്ടികൾക്കുള്ള, ഈ നേരത്തെ പറഞ്ഞ പോലെ ഗാമയുടെ നിധി കാക്കുന്ന ഭൂതമാണല്ലോ ഇതിലെ ലാലേട്ടൻ. അപ്പോ ആ ഭൂതം കുറെ കാലങ്ങളായിട്ട് ഗാമയുടെ ആ നിധിക്കുള്ള അവകാശിയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ അവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ടാവാം. അത് അവകാശി വരാതെ അത് അറിഞ്ഞിട്ട് അത് ഭൂതത്തിൽ നിന്നും തട്ടിയെടുക്കാൻ വരുന്ന കുറെ മന്ത്രവാദിനികളും മറ്റുള്ള എന്താ പറയാ രാജ്യക്കാരും ഒക്കെ ഇതിലുണ്ടാവാം. അവിടുത്തെ വലിയ വലിയ ആളുകളും ഗുണ്ടകൾ അല്ലെങ്കിൽ കൊള്ള സംഘങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനൊക്കെ നേരിടുന്ന ഈ ലാലേട്ടന്റെ അല്ലെങ്കിൽ ഒരു ഭൂതത്തിന്റെ കഥാപാത്രങ്ങൾ ഉണ്ടാവാം. അപ്പോഴുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതിനൊക്കെ ശേഷമായിരിക്കാം ഒരു പക്ഷെ ഈ ഒരു കുട്ടിയുടെ എൻട്രി. ആ കുട്ടി അത് നേടുമോ ഇല്ലയോ, ആ സ്വർണം അല്ലെങ്കിൽ ആ നിധി ആ കുട്ടിക്ക് കൈമാറുമോ ഇല്ലയോ, എന്താണ് അവസാനം സംഭവിക്കുക തുടങ്ങിയുള്ള ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ത്രെഡാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. ഓഫ് കോഴ്സ് അത് 3Dയിലൂടെ കാണുമ്പോൾ ഒരു രസം ഭയങ്കര തന്നെയായിരിക്കും. എന്തൊക്കെയായാലും ബാറോസ് എന്ന് പറയുന്ന സിനിമ 100% ഒരു തിയേറ്റർ വാച്ച് ആണെന്നുള്ളതിൽ
യാതൊരു ഡൗട്ടും ഇല്ല. കാരണം തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ഈ 3D വിഭാഗത്തിൽ പെടുന്ന സിനിമകളാണെങ്കിൽ ഒരിക്കലും മൊബൈലിൽ കിട്ടില്ലെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും സിനിമ വരട്ടെ. ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബറോസ്. പിന്നെ ലാലേട്ടന്റെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടാവും തുടങ്ങിയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതിലൊന്നും ഒരു മിസ്റ്റേക്ക് വരുത്തും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ക്രൂ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് അത്ര വലിയ ആളുകളാണ്. ഒരുപക്ഷെ മലയാളത്തിൽ നിന്ന് വരുന്ന ഏറ്റവും ബഡ്ജറ്റ് ഏറിയ സിനിമയും ബറോസ് ആയിരിക്കും. അതിന്റെ എക്സാക്ട് ഇത്ര രൂപ എന്നുള്ള രീതിയിലൊന്നും ഇവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഈ VFX മറ്റു സംഭവങ്ങളൊക്കെ വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ ഏകദേശം മറ്റു സിനിമകളെ അപേക്ഷിച്ച് ഒരുപാട് മുകളിൽ പണം ചിലവാക്കിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ബറോസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഈ ഡിസംബറിൽ തന്നെയാണ് സിനിമ റിലീസ് ആവുന്നത്. ക്രിസ്മസ് റിലീസ് ആയിട്ടാണ് വരുന്നത്. സോ കാണാം. വെയിറ്റ് അണ്ടിൽ ദെൻ. അടുത്തായിട്ട് പറയാനുള്ളത് തലപതി 69 T69, തലപതി വിജയുടെ അവസാനത്തെ സിനിമ. ഇവരെന്നെ പറഞ്ഞ പോലെ ലാസ്റ്റ് വൺ ടൈം അല്ലെങ്കിൽ വൺ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമയുടെ അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ടുള്ളത്. ഈ സിനിമ ഭഗവത് കേസരി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭഗവത് കേസരി എന്ന് പറയുന്ന നന്ദപുരി ബാലകൃഷ്ണൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബാലയ്യ നായകനായി വന്ന സിനിമയുടെ റീമേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. വലിയ ചർച്ചകൾ എന്ന് ഞാൻ പറയാൻ കാരണം തമിഴിലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള പല പേജുകളിലൂടെയും ഇത്തരം ചർച്ചകൾ നടക്കുകയും അതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ വലിയ രീതിയിലാണ് ഇവർ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചാനലുകളിൽ ഇത് ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. T69 അപ്ഡേറ്റ് അടിച്ചാൽ തന്നെ മെയിൻ ആയിട്ട് വരുന്ന കാര്യം ഇതാണ്. ബാലകൃഷ്ണ അല്ലെങ്കിൽ ബാലയ്യ നായകനായിട്ട് വന്ന ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണോ T69 എന്നൊരു ഡൗട്ടാണ് ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഡൗട്ട് എന്ന് പറയുമ്പോഴും 80% ആളുകൾ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇവർ ഒഫീഷ്യലി തന്നെ ഇതിന്റെ അനൗൺസ്മെന്റ് സമയത്ത് പറഞ്ഞിരുന്നത് ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്, ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു സിനിമയുടെ റീമേക്ക് ആണെന്ന ചോദ്യത്തിന് അവിടെ പ്രശസ്തി ഇല്ലാതാവുകയാണ്. കാരണം ഭഗവത് കേസരിയുള്ള ഏത് സിനിമയാണെങ്കിലും ഫ്രഷ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ മാറ്റം വന്നു. പിന്നെയുള്ളൊരു ഡൗട്ട് ഒരു പക്ഷേ ആ ത്രെഡ് എടുത്തുകൊണ്ട് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാമെന്നുള്ളതാണ്. അതറിയണമെങ്കിൽ ഒഫീഷ്യലി അവർ തന്നെ പുറത്തു വിട്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു അപ്ഡേറ്റുകളും ഒഫീഷ്യലി T69 ടീമോ ക്രൂവോ മറ്റാളുകളോ ആരും തന്നെ പുറത്തു വിട്ടിട്ടില്ല. ഇനി സിനിമയെ കുറിച്ച് പറയാനുള്ളത്, സിനിമയുടെ ആദ്യ സ്കെഡ്യൂള് ഓൾറെഡി കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ സ്കെഡ്യൂള് ഈ വരുന്ന ഡിസംബറിൽ അല്ലെങ്കിൽ ഈ മാസം തന്നെ തീരും എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത്. അതിനുശേഷമുള്ള ബാക്കി സ്കെഡ്യൂളുകൾ മൾട്ടിപ്പിൾ ഷിഫ്റ്റിലൂടെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്കെഡ്യൂളുകളിലൂടെ തീർക്കാനാണ് അവരുടെ തീരുമാനം. ഏകദേശം 2025 ആദ്യ പകുതിയിൽ തന്നെ സിനിമയുടെ മുഴുവൻ ഷൂട്ടും തീർക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഒക്ടോബർ 2025 സിനിമ റിലീസിനെത്തും എന്നും കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഡേറ്റ് ആണ് ഒക്ടോബർ 16, 16-ാം തീയതി. സോ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയാനേ വേണം. ഓൾമോസ്റ്റ് ചെന്നൈയിൽ തന്നെയാണ് ഈ സിനിമയുടെ കൂടുതൽ ഭാഗവും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെറ്റുകളൊക്കെ അത്രയും ഗംഭീര സെറ്റുകളെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഇമേജസോ മറ്റു കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല. ഫാൻ മെയ്ഡ് പോസ്റ്ററുകളായിട്ട് ഒരുപാട് പോസ്റ്ററുകൾ വരുന്നുണ്ട്. അതിൽ ചില പോസ്റ്ററുകളൊക്കെ ഗംഭീര പോസ്റ്ററുകളാണ്. ഞാൻ ഇതിൽ കിട്ടുന്ന ചില സാധനങ്ങൾ ഇവിടെ വെക്കാം. എന്തായാലും തലപതി 69, തലപതി വിജയ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം അണ്ണൻ വിജയണ്ണന്റെ ലാസ്റ്റ് സിനിമയാണ്. പിന്നെ ഈ ഭഗവത് കേസരി പോലെ ഒരു സിനിമ ആവാൻ സാധ്യതയില്ല എന്ന് പറയാനുള്ള മെയിൻ കാരണം ഇപ്പോൾ ഗോട്ട് ആണെങ്കിൽ പോലും അവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാൽവെപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ കാർത്തിക് തോക്ക് കൈമാറിയിട്ടുള്ള ഡയലോഗുകളാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ തന്നെ നല്ല സിനിമയാണെങ്കിൽ ഏത് സിനിമയാണെങ്കിലും അവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ലീഡറായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് വരുമ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന രീതിയിൽ ഒരു ചെറുതായിട്ടെങ്കിലും പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിനിമയിലൂടെ അത്തരം മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും കൂടുതലും ചാൻസ്. മേ ബി ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സൈന്യം, പട്ടാളോ പോലീസോ അതിലൊരു ലീഡറായിട്ടോ IAS ആയിട്ടോ അത്തരത്തിലൊക്കെ വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി IAS ആവാനുള്ള സാധ്യത വളരെ വലുതാണ്. എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരാത്തതുകൊണ്ട് വെറുതെ നമ്മൾ കണക്കൂട്ടേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു പന്തം കത്തിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്ററാണ് അനൗൺസ്മെന്റ് സമയത്ത് ഇവർ ആദ്യമായിട്ട് പുറത്തുവിട്ടുള്ളത്. ഒരു ദീപശിഖ കത്തിച്ച് പിടിക്കുന്ന പോലെ. അത് ഒരു ലീഡർ ആണല്ലോ. അത് ഇപ്പോൾ ഒളിമ്പിക്സിലാണെങ്കിൽ പോലും മുന്നിൽ ഒരാൾ ലീഡ് ചെയ്യുകയാണ് കുറെ ആളുകളെ. അപ്പോൾ അത്തരത്തിൽ
ഒരുപക്ഷെ ഒരു ലീഡർഷിപ്പ്, ഞാൻ ഈ പറഞ്ഞ പോലെ ലീഡർ എന്നുള്ള സംഭവത്തിനെ മെയിൻ ആയിട്ട് വെച്ചുകൊണ്ടുള്ള ഒരു തീമായിരിക്കും തലപതി 69 വരെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എന്തായാലും ആ സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞ പോലെ ഒരുപാട് ഹൈപ്പുകളൊന്നും ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പേഴ്സണലി വെച്ചിട്ടില്ല. വൺ ലാസ്റ്റ് ടൈം അവർ പറഞ്ഞ പോലെ തലപതി വിജയ് സ്ക്രീനിൽ കാണുക, ആ ഒരു സ്വാഗ്, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഡയലോഗ് ഡെലിവറി, അദ്ദേഹത്തിന്റെ ചില മാനറിസങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിക്കുക. 2-2.5 മണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ സ്ക്രീനിൽ കാണുക എന്നുള്ളൊരു വിചാരം മാത്രമാണ് തലപതി 69 ഞാൻ അർപ്പിക്കുന്നത്. അത് എന്തായാലും അവസാന സിനിമ എന്ന രീതിയിൽ നല്ലൊരു സിനിമയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു പ്രതീക്ഷ പറയാതെ ഒരിക്കലും തലപതിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയാറില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം സിനിമ മുഴുവനായിട്ടും നിർത്തില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഇനിയും തുടർന്നും കഴിയുന്ന രീതിയിൽ സിനിമകൾ ചെയ്യും എന്ന് പറഞ്ഞ് കേട്ടിരുന്നു. അതൊക്കെ വലിയ വാർത്തയാവും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരുന്ന പോലെ അടുപ്പിച്ച് കുറെ സിനിമകളൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയില്ല. എന്നാൽ പോലും കിട്ടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 2 വർഷം കൂടുമ്പോൾ ഒരു സിനിമയെങ്കിലും അദ്ദേഹം ചെയ്യും എന്ന പ്രതീക്ഷയോടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇവിടെ കാണാം. കാണുന്നവരെ.